ഇതെൻ്റെ വെക്കേഷൻ ടൈമാണ്. അപ്പം ഞാൻ വെക്കേഷന് വേണ്ടിയിട്ടൊരു യാത്ര പോവാണ്. ഇവിടുത്തെ ഒരു അടിപൊളി ഹോട്ടലിലാണ് ഇന്നത്തെ എൻ്റെ വെക്കേഷൻ. വണ്ടി വിളിച്ചു. അപ്പോൾ ടെസ്ല വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം വണ്ടിയിൽ കയറി എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ യാത്രയിലാണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഞാൻ ചെല്ലുന്ന സ്ഥലത്തേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഫുഡ് അവിടെ വരും. നല്ല മഴ കേട്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഓപ്പൺ വണ്ടിയിൽ പോകുന്ന ഒരു ഫീലിംഗാണ്. അങ്ങനെ ഈ മഴയോട് കൂടി ഞാൻ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പുറകെ കാണുന്നതിലാണ് ഞാൻ സ്റ്റേക്കേഷൻ എൻജോയ് ചെയ്യാൻ പോകുന്നത്. നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. മനോഹരം കേട്ടോ. കോഡ് വന്നിട്ടുണ്ട്. കോഡ് അടിച്ച് കഴിയുമ്പോഴത്തേനും ആളായി. കോഡൊക്കെ ഉണ്ട്. അതൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാം. ഹായ്, അടിപൊളി, സൂപ്പർ. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറി. നല്ല ഭംഗിയാട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഇത് ഡെക്കറേഷൻ ചെയ്തേക്കുന്നത്. സൂപ്പർ. പാത്രങ്ങളൊക്കെ, അതുപോലെ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, കയറി ചെല്ലുമ്പോഴുള്ള കാഴ്ചയാണിത്. ബിരിയാണി ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ. ഇത് ചെറിയ വിറകൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു വേറൊരു ഏരിയയാണ്. ഇവിടെ വന്ന് ഇരിക്കാനും അതുപോലെ തന്നെ പിയാനൊക്കെ വായിക്കാനും റെസ്റ്റ് എടുക്കാനും അങ്ങനെ ഒരു ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി. ഇവരുടെ ഫോട്ടോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിത് ബുക്ക് ചെയ്തത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഈ എൻ്റെ റൂം ഇതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നല്ല ഇത് രണ്ടാം നിലയല്ലേ. അപ്പോൾ എന്നെ സൂപ്പറാണ്. ഞാനത് ഓപ്പൺ ചെയ്ത് അകത്ത് കയറുകയാണ്. ഇതാണ് എൻ്റെ മുറി. ഞാൻ വലത് കാല് വെച്ച് അകത്തോട്ട് കയറുകയാണ്. ബ്യൂട്ടിഫുൾ. വാഷ്റൂമൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് എന്നെ അടിപൊളിയാണ്. ബാത്തപ്പുണ്ട്. അടിപൊളിയായിട്ട് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് കിടക്കുന്ന കട്ടിലൊക്കെ. അങ്ങനെ ഫൈനലി ഞാനവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഇവിടെയാണ് ഒരു ദിവസം ഫുൾ ഞാൻ കട്ടിലോട്ടിരുന്ന്. അടിപൊളി. ഹസേരയാണ് മുറിയുടെ സൈഡിൽ തന്നെ. പുറകിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അത്തിരുന്നിട്ട് ഇങ്ങനെ ആടാം. വേറൊരു സാധനം കാണിച്ചു തരാമേ. ഞാൻ ആദ്യം ഓർത്തത് ഇത് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷെ കണ്ട ഒരു റേഡിയോ ഒക്കെ പോലെ അവർ സെറ്റ് ചെയ്തേക്കുക. ഇവിടെ കണ്ട അടുത്ത റൂം ഇറങ്ങാൻ വെളിയിലേക്ക്. ഇത് വേറൊരു വഴിയാന്ന് തോന്നുന്നു പുറത്തോട്ട്. അടിപൊളി, സൂപ്പർ. ബ്യൂട്ടിഫുൾ. ഇവരവിടെ ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഫോട്ടോസാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സൂപ്പർ. ഇതുകൊണ്ട് അവിടെ ഇരിക്കാനായി ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. കുറേ കാർ പാർക്കിംഗ് ഉണ്ട്. നല്ല മഴയായിരുന്നു. നല്ലൊരു കാലാവസ്ഥ. പിന്നെ പാർക്കിംഗ് ഒക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്.
ഊഞ്ഞാൽ. ഞാൻ അതിൻ്റെ മുമ്പിലാണ്. അപ്പം എൻ്റെ ഫുഡ് വന്നു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് കാണിച്ചു തരാം. ഒരു ഹാപ്പി മീലും ഒരു 2 ബർഗറും അതുപോലെ കുടിക്കാനായിട്ടൊരു ചെറിയ കോഫി. ഇത് കണ്ട്, ഇത് ഈ മാഷോന്റെ അകത്തെ ജനല. ഇത് ഇങ്ങനെയും വെക്കാം. അപ്പം ഇതിനകത്ത് വെട്ടം കയറും. ഇത് വേറൊരു സെറ്റപ്പ് ഉണ്ട്. ഇതിങ്ങനെ തുറക്കാം. ഓക്കെ, അപ്പൊ ഇതോടുകൂടി കഴിഞ്ഞ് നമ്മൾ ഓർക്കും. ഇല്ല, ഇനി ഇത് പൊക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിന്റെ അതോടെ തലയിടാൻ മാത്രം. ഇത് നേരെ എന്നാ അടിപൊളിയാ, എന്നാ സിസ്റ്റമാ. അത് സൂപ്പറായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് അടച്ച്. അപ്പൊ ഇത് ഇനിയിപ്പം നമുക്ക് വെട്ടം അധികം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വെട്ടമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അടിപൊളി. ലൈറ്റൊക്കെ ഓണാക്കി നിങ്ങളെ കാണിച്ചു തരാം. ഹീറ്റൊക്കെ ഓണാക്കി അടിപൊളിയ ബാട്ടപ്പുണ്ട്. എന്താ സൂപ്പറാണ്. ഞാൻ ഇതിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് ബ്രൗണി. ടേസ്റ്റ് നോക്കട്ടെ ബ്രൗണിയുടെ. അടിപൊളിയാ. ഇത് വന്നിരിക്കുന്നത് ഇത് ഈ ബേക്കറിയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ട് വന്നു. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ എങ്ങനെയാണെന്ന്. നല്ല അഭിപ്രായം കേട്ടോ ഇതിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ അടിപൊളിയാണ്. ഇത് ഇന്ത്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാനഡയിൽ. ഇവിടെ രാത്രിയായി. ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് എഴുന്നേറ്റു. ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വന്നു. ഫുഡ് കഴിക്കുവാണ്. ഇന്നത്തെ ഫുഡ് ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ഫുഡ് വന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ജ്യൂസും ഇതൊക്കെ ആയിട്ടാണ് ഇന്നത്തെ. ഞാൻ മെല്ലെ ക്രീമൊക്കെ ഒഴിച്ച് ഇട്ട സ്പൂൺ ജ്യൂസാണ്. സൂപ്പർ. ഇതെന്താ അറിയാമോ? യോഗോട്ടാണ്. ഈ യോഗോട്ടിന് കുഞ്ഞിക്ക ബ്ലൂബെറി എടുത്തിട്ട് അങ്ങനെ മുക്കി. സൂപ്പർ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റേ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകാനായിട്ട് ടാക്സി ബുക്ക് ചെയ്തിട്ട് വണ്ടി നോക്കി നിൽക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പം ഏകദേശം റൂം ബുക്ക് ചെയ്തതും ഇവിടുത്തെ സ്റ്റേയും അതുപോലെ ഫുഡും എല്ലാം കൂടെ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 30,000 രൂപയോളം ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ്. അങ്ങനെ അടിപൊളിയായിരുന്നു. നല്ല വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഫുഡ് ചെന്നിട്ട് കഴിക്കാനുള്ളതും ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ. ടെസ്ല തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്.